ജെസ്സി, നീ എപ്പോൾ വരാനാ? ഞാൻ എപ്പോൾ വരാനാ നിന്നോട് പറഞ്ഞേ? ഞാൻ പറഞ്ഞല്ലേ കല്യാണത്തിന് 2 ദിവസം മുന്നേ എല്ലാവരും ഇങ്ങോട്ട് എത്തണമെന്ന്. എടി, ഇച്ചായം വന്നോണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരിക. നീ വെറുതെ ബഹളം വെക്കല്ലേ. നമ്മുടെ ചക്കമോൾ എന്തിയേ? ഇവിടെ ദേ ആ മേക്കപ്പിന്റെ ആൾക്കാരും ഡ്രസ്സിന്റെ ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ പഴയ പോലെ ഒന്നല്ലടി. കല്യാണത്തിന് 2 ദിവസം മുന്നേ എല്ലാം ചെക്ക് ചെയ്തിട്ട് അവര് നമുക്ക് തരത്തുള്ളൂന്ന്. നമ്മുടെ കാലത്ത് ഇത് വല്ലതും ഉണ്ടായിരുന്നോ? ഓ, ഇപ്പൊ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. ഓരോരോ മാറ്റങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ. അതെ, വരുവാ. ജോസച്ചായന്റെ വീട്ടിൽ നിന്ന് വൈൻ എന്തിയടി? എടി, നീ ഒന്ന് വേഗം വരാൻ നോക്കിയേ. ഞങ്ങളിവിടെ കുപ്പി ഒട്ടിക്കാൻ പോവാ. ജോസങ്ങള് വന്നപ്പോഴേ ഒരെണ്ണം കൊണ്ടുവന്നായിരുന്നു. ഓ ശരി, എന്നാ ഞാൻ വരുമ്പോഴേക്കും തീർത്തേക്കല്ലേ. ആദ്യം നീ ഇങ്ങോട്ട് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ചേച്ചി, ഒരു 2 മിനിറ്റ് പുറത്ത് നിൽക്കാവോ പ്ലീസ് ചേച്ചി? എടോ, ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ലേറ്റായത്. എടോ, താനിപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? എടോ, താനീ കല്യാണത്തിന് ഓക്കെ അല്ലേ? Are you okay? No. ചക്കി, ദേ ജോസങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ. ഒന്ന് കഴിച്ചു നോക്കി. ചക്കി, നിന്റെ മുഖത്ത് എന്താ ഒരു ടെൻഷൻ? നാളെ കഴിഞ്ഞ് കല്യാണം ആയോണ്ടാണോ? ഒന്നുമില്ലമ്മ. നീ എന്താന്ന് വെച്ചാ കാര്യം പറ. അമ്മ, എനിക്ക് മാരേജ് വേണ്ടമ്മ. അതെ അമ്മ, എനിക്ക് റിലേഷനിൽ ഇൻട്രസ്റ്റ് ഇല്ല. നീ എന്താ ചക്കി ഈ പറയുന്നേ? ദേ ചുമ്മാ ഈ സമയത്ത് കളിപ്പിക്കാൻ നിൽക്കല്ലേ. അമ്മ, ഞാൻ കളിപ്പിച്ചതും പ്രാങ്കാക്കിയതൊന്നും അല്ല. ഐ എം സീരിയസ്. ചക്കി, നാളെ കഴിഞ്ഞ് നിന്റെ കല്യാണമാണ്. ഇത്രയും നാട്ടുകാരെയും കസിൻസിനെയൊക്കെ വിളിച്ചിട്ട് ഈ സമയത്താണോ നീ ഇതൊക്കെ പറയുന്നേ? അമ്മ, ഇത്രയും നാൾ അമ്മേനെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? അമ്മ എന്നെ കേൾക്കാൻ നിന്നിട്ടുണ്ടോ? എത്ര തവണ ഞാൻ പുറകെ നടന്നതാ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാ ഇപ്പൊ പറ നിന്റെ പ്രശ്നം എന്താന്ന്. എന്താ നിനക്ക് ഈ മാരേജിലുള്ള പ്രോബ്ലം? റീസൺ ഞാൻ പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ല. തൽക്കാലം അമ്മ എത്ര അറിഞ്ഞാൽ മതി. അവനെപ്പോലൊരു നല്ല പയ്യനെയും ഫാമിലിനെയും അമ്മയുടെ മോള് ഡിസേർവ് ചെയ്യുന്നില്ല. ദാറ്റ്സ് ഓൾ. ഐ എം സോറി ഫോർ എവറിത്തിങ്. ഹലോ, നീ എവിടാ? പ്രിൻസസ് സ്ട്രീറ്റ്. ഓക്കെ, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. നമുക്കൊരു സ്ഥലം വരെ പോകണം. മോളെ ജെയിനെ, 2 ദിവസം കഴിഞ്ഞ് നിന്റെ കല്യാണമല്ലേ? അവിടെ അങ്ങ് അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരെ? വെറുതെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണോ? കൂടുതൽ ഉപദേശമൊന്നും വേണ്ട, പറഞ്ഞാൽ അങ്ങോട്ട് കേട്ടാൽ മതി. ഐ എം ഓൾവേസ് റെഡി. ഓക്കെ, ദായത്തി. ഓക്കെ, ടിൽ ദെൻ I will search for a bar. Okay. എന്തേലും കാണിക്കും. ശരി എന്നാ.
നല്ല സാധനം ഇവിടെ കിട്ടും. ചുമ്മാരിടേ, ഇവനൊക്കെ തമ്മിൽ എന്താ പ്രശ്നം? ഇതൊന്നും രാത്രി ഉറക്കൂല്ലേ? ആ ഇതാരത്? സെനിയോറിറ്റ ചുമപ്പ വണ്ടിയില്ല. ഡിഷ് അതെ, ഹായ്. മാച്ചിങ് അല്ലേ? കോസ്റ്റ്യൂം റിഹേഴ്സൽ. യെസ്, അതാണ് ഞാനും. നന്നായിട്ടുണ്ട്. ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണത്തിന് സ്റ്റൈലായിട്ടൊക്കെ വേണ്ടേ? എങ്ങനെയുണ്ട്? വേണം വേണം. ഓക്കെ, എങ്ങടെ യാത്ര? ബാഗ് കയറി വരാം. ഓക്കെ, എനിത്തിങ് ഫോർ യു സെനോറിറ്റ. പോവാം. വാ കയറി. നല്ല ആട്ടമുണ്ട്, എനിക്കാണ്. ഓക്കെ, എവിടെ നിന്ന് കിട്ടി പാട്ടാ? ഇടത്തോട്ട് പോവാ. വലത്തോട്ടാണോ? ഓക്കെ, വലത്തോട്ടെങ്കിൽ വലത്തോട്ട്. സുഷൊക്കെ പോണോട്ടോ, മൊത്തം ഇളകാണല്ലോ. എങ്ങടെ പോയത്? ആ ദേ പോണു. വെള്ളടിച്ചൊരുത്തൻ ഒറ്റയ്ക്കാക്കി പോവല്ലേ? ഈ രാത്രി ഈ ഫുട്പാത്തിലൂടെ നടക്കാനാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. എനിക്ക് ആരോടും സംസാരിക്കണം തോന്നി, വിളിച്ചു. നിനക്ക് പറ്റില്ലെങ്കിൽ വരാൻ ഞാൻ തിരിച്ചുണ്ടാക്കാം. ചൂടാവല്ലേന്ന്. വേറെന്താ പറ. ഞാൻ ഈ മാരേജ് വേണ്ടാന്ന് വെച്ചു. നല്ല ഫ്രഷ് കോമഡി. സീരിയസ്ലി മാൻ, ഞാൻ അമ്മയോടെല്ലാം പറഞ്ഞ് സ്റ്റോപ്പാക്കി. അല്ല ദേവ്, എടി നീ കാര്യമായിട്ട് പറഞ്ഞോ? എന്തോ ശരിയാവൂലെന്നൊരു തോന്നല്. നിനക്ക് എന്താണ് ചക്കി? ഒന്നുമില്ല, നിങ്ങൾ 5 വർഷം സ്നേഹിച്ചതല്ലേ? 2 വീട്ടുകാരെ സമ്മതിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തോ സ്ട്രഗിൾ ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാലാ? കഷ്ടം. എടാ, സ്നേഹിച്ചത് ഓക്കെ, പക്ഷെ റിലേഷൻഷിപ്പ് വീട്ടിലറിഞ്ഞ പ്രശ്നമായപ്പോൾ എല്ലാം വേണ്ടാന്ന് വെച്ചല്ലേ? വേണ്ടാന്ന് വെച്ചു. എന്തുകൊണ്ട് നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിനൊന്നും പോയില്ലല്ലോ? വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? നിങ്ങൾക്ക് 2 പേർക്കും പിന്നെ പറ്റാത്തോണ്ടല്ല അന്ന് നമ്മൾ സംസാരിച്ചെല്ലാം ഓക്കെ ആക്കിയത്. എടാ, അലക്സ് നല്ല പയ്യനാണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അവൻ എനിക്ക് വേണ്ടി ഹെൽ ഡു എനിത്തിങ് ഫോർ മീ, അതെനിക്കറിയാം. ആ പിന്നെന്താ പ്രശ്നം? ഐ ഡോണ്ട് നോ. ഒരു റീസൺ കാണില്ലേ? എടാ, അലക്സും ഞാനുമായിട്ടുള്ള വൈബൊക്കെ പണ്ടേ പോയതാ. അവൻ പിന്നീടായപ്പോൾ എന്തു പറഞ്ഞാലും വഴക്കും തെറിവിളിയും ഒക്കെ. പിന്നെ വീട്ടുകാരും അലക്സും എല്ലാവരും കൂടി ഓരോന്നും പറഞ്ഞു പറഞ്ഞ് എനിക്കൊക്കെ സ്ട്രെസ്സായി. നീ ആണേ ആ ടൈമിൽ ഇവിടെ ഇല്ല. അലക്സിനോട് എന്തെങ്കിലും പറഞ്ഞാൽ വെറുതെ കുറ്റപ്പെടുത്തലും തെറിവിളിയും ഒക്കെയാ. അങ്ങനെ അലക്സിനോടുള്ള കോണ്ടാക്റ്റേ പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ജോർജിനെ മീറ്റ് ചെയ്യുന്നത്. ആദ്യം ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി. അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി അലക്സ് ഇല്ലാതെ എനിക്ക് പറ്റൂലെന്ന്. പക്ഷെ അപ്പോഴും അലക്സുമായിട്ട് ഞാനൊരു
മാരീഡ് ലൈഫിനെ നോക്കിയല്ലായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അലക്സ് തിരിച്ചു വന്നു. ടോട്ടലി ചേഞ്ച് ആയിപ്പോയി. വീട്ടുകാർ എൻ്റെ അലക്സിൻ്റെ മാരേജിൻ്റെ കാര്യമൊക്കെ പറയുന്നു. പിന്നെ വീട്ടുകാരും അലക്സും ആകെ എല്ലാം കൂടി എനിക്ക് ആ പ്രഷർ താങ്ങാൻ പറ്റണ്ടായി. അത് വിട്, പോട്ടെ. ഒരു പണിയാം, എന്തോരം നടക്കും, നമുക്ക് ഇവിടെ ഇരിക്കാം. ബാ ഇവിടെ ഇരുന്ന് നീ സിറ്റ് ഹിയർ. എന്ത് പറയും? അത് വിട്, അതങ്ങനെ പറ്റിപ്പോയി. അതിൻ്റെ പേരിൽ ഇപ്പോൾ ലൈഫ് കളയണോ? ചില്ലായി. അത് മാത്രമല്ലടാ പ്രോബ്ലം. ഇതെന്താണ് ഇത്, കൊറിയമ്പടോ? ടിസ്റ്റോ? അല്ല, പറ. അന്ന് ഞാനും ജോർജും ഇൻറ്റിമേറ്റ് ആയിരുന്നു. അതിനെന്താ, അതെല്ലാവർക്കും സംഭവിക്കുന്നില്ല. പിന്നെന്താ, എന്താ പ്രശ്നം? അതല്ല, ആ ടൈമിൽ ഐ വാസ് പ്രഗ്നന്റ്. ബട്ട് അത് ആക്സിഡൻ്റലി സംഭവിച്ചതാ. ഞങ്ങൾ നല്ല ബോണ്ടായിരുന്നു. ആരൊന്നും കിട്ടാത്ത ലവ് ആൻഡ് കെയർ ജോർജിൻ്റെ നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് വേണ്ടെന്ന് വെക്കാൻ തോന്നിയില്ല. പക്ഷെ അതൊക്കെ ജസ്റ്റ് ഫിസിക്കൽ നീഡ്സിന് വേണ്ടിയിട്ടുള്ള ലവ് ആൻഡ് കെയർ ആണെന്ന് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാനങ്ങനെ ഒരാളല്ല, നിനക്കറിയാലോ. ഒരു ടൈമിൽ അവൻ ഡെസ്പായിരുന്നപ്പോൾ ഞാനവൻ്റെ ഫ്ലാറ്റിൽ പോയി. അപ്പോൾ ഇറ്റ് ഹാപ്പൻഡ്. ബട്ട് അത് ഫോഴ്സ്ഫുള്ളി ആയിരുന്നു. He was like a psychopath. ആ ട്രോമയിൽ നിന്ന് റിക്കവർ ആവാൻ എനിക്ക് പറ്റിയില്ല. ആരോടും ഇത് ഷെയർ ചെയ്യാനും പറ്റൂല. ഒരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. ആ ട്രോമയിൽ നിന്ന് റിക്കവറായി വന്ന സമയത്താണ് പ്രഗ്നൻസിനെ പറ്റി അറിയുന്നത്. നിമ വാസ് ദെയർ സപ്പോർട്ടായിട്ട്. അവളുടെ ഒരു ഫ്രണ്ട് ഡോക്ടർ വഴി അബോർഷൻ ടാബ്ലറ്റ് എടുത്തു. വാ, നമുക്കൊന്ന് ഇറക്കാം. വാ, ചുമ്മാ വാ. അപ്പം ആ ഒരു ഗിൽറ്റ് ഉള്ളതുകൊണ്ടാണോ നീ അലക്സായിട്ടുള്ള കല്യാണത്തിന് നോ പറഞ്ഞത്? ചക്കി, നിന്റെ ജീവിതത്തിൽ ഒരു മഴ പെയ്തു എന്ന് നീ വിചാരിക്കുക. ഓക്കെ, അങ്ങനെ എനിക്കൊന്നും പറയാമെന്ന് അറിയാമെന്നും പാടില്ല. ഇതിൻ്റെ പേരിൽ ഞാൻ നിന്നെ എങ്ങനെ ഉപദേശിക്കും? നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിന്റെ ലൈഫിൽ കുറെ പ്രശ്നങ്ങൾ സംഭവിച്ച്, മനസ്സിലായോ? ആ ട്രോമയൊക്കെ നീ തന്നെ അനുഭവിച്ച്, നീ തന്നെ അതിനെ ഫേസ് ചെയ്ത് നീ ഒരു പോയിന്റിലെത്തി നീ നിൽക്കാണ്. ഈ നിന്നെ ഞാൻ എന്ത് പറഞ്ഞു ഉപദേശിക്കാനാ?
ഇപ്പൊ എന്ത് പറഞ്ഞ നിനക്ക് കാര്യമില്ല. നിനക്കിപ്പോ അലക്സിനോട് ഈ കാര്യങ്ങൾ ചെന്ന് പറയാൻ തുടങ്ങി ഞാൻ അവനോട് പറ. അപ്പൊ അവനൊരു തീരുമാനം പറയും, എന്നിട്ട് നീ ഒരു തീരുമാനം എടുക്ക്, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനം എടുക്ക്. അതല്ലേ നല്ലത്. ഇനി ഞാനിതൊക്കെ ഓരോന്ന് പറഞ്ഞു എനിക്കിതൊന്നും അറിയാൻ പാടില്ല, അതുകൊണ്ടാണ്. എടാ ഇത്രയും നേരം ഞാൻ എന്റെ ട്രോമേനെ പറ്റിട്ടാ പറഞ്ഞോണ്ടിരുന്നേ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ചക്കി. ഓക്കെ, നിന്റെ ട്രോമയാണ്, എനിക്ക് മനസ്സിലായി. അതങ്ങനെയല്ലല്ലോ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊരു പുതിയ ജീവിതത്തിലേക്കാണ് കിടക്കണത്. അപ്പൊ രണ്ടെണ്ണം അടിച്ചുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ തുടങ്ങാനായിട്ട്. ഏത് അതല്ലേ അതിന്റെ ഒരു വൈബ്. അപ്പൊ ആ സമയങ്ങളിൽ മനസ്സ് പറയും ജോയ ലുക്കാസ് വിശക്കണോന്ന്. ബാ രണ്ടെണ്ണം അടിക്കാം. ഓക്കെ അല്ലേ? ബാ, ഇതൊക്കെ ചില്ലായിട്ട്. എവിടെ സാധനം എവിടെ? ജെനിഫർ, എവിടെ എവിടെ കറക്റ്റ് എവിടെ? ആ കറക്റ്റ്. ജെനിഫറേ, ഞങ്ങൾ രണ്ട് പാവങ്ങൾക്ക് വിശപ്പടക്കാനായിട്ട് ശരി വീതരാമാ കടയിട്ട് മതി. വിശപ്പടക്കാൻ വീഞ്ഞാണോടാ ചെറുക്കാ കുടിക്കുന്നേ? വല്ല പഴവും പുഴുങ്ങി തിന്നടാ. അത് ജെനിഫറെ, ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു തീരുമാനമാക്കി വന്നപ്പോഴേ ഇച്ചിരി ലേറ്റായി പോയി. അപ്പം ഇന്നത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നാളെ ഞങ്ങൾ നേരത്തെ വരാം. ഏത് മോനെ ക്ലീറ്റസേ, ഞാനിവിടെ വീഞ്ഞുണ്ടാക്കുന്നതേ അങ്ങനെ വരണോർക്കും പോണോർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ വരുമ്പോൾ അവർക്ക് വിളമ്പാൻ വേണ്ടി വെച്ചേക്കുന്നതാ. കാനായിലെ കല്യാണത്തിന് യേശുക്രിസ്തു വിളമ്പിയ വീഞ്ഞിനേക്കാളും വീര്യം വരും, ഇതിന് വിലയും കൂടും. പിന്നെ വെറുതെ പറയാം, വരും വരും. ഓ, അപ്പൊ ജെനീഫറേ, നമ്മൾ തമ്മിലിപ്പ ചെമ്പ് ബന്ധമൊക്കെ ആയി. അല്ലടാ, നിന്റെ കൂടെയുള്ള കൊച്ചേതാ ഒരു പാവം പെണ്ണാണല്ലോടാ അത്. നീ എവിടുന്നാടാ അതിനെ അടിച്ചോണ്ട് വന്നത്? സത്യം പറയടാ. അടിച്ചോണ്ടൊന്നല്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലൊന്നല്ല, ഞങ്ങൾ തമ്മില് അതിലും മേലൊരു ബന്ധം അല്ലേ. ഈ ഭൂമിയിലുള്ളവരതിനെ ഫ്രണ്ട്ഷിപ്പ് എന്നോ പ്രേമെന്നോ അങ്ങനെ പല പേരിട്ട് വിളിക്കും. പക്ഷേ ഞങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല അതിനെന്ത് പേരിട്ട് വിളിക്കണമെന്ന് അല്ലേ. മനസ്സിലായടാ കൊച്ചനെ. എന്തായാലും നിന്റെ കൂടെയുള്ള പെണ്ണില്ലേ, അവളുടെ മനസ്സ് നല്ല മനസ്സാട്ടോ. അവക്ക് വേണ്ടി ഇന്ന് ഞാൻ കുറച്ച് വീഞ്ഞ് തരാം. പിന്നെ ഇതൊരു ശീലമാക്കണ്ട കേട്ടോ. ആ കൊച്ചിനോടൊന്ന് ചിരിക്കാൻ പറഞ്ഞേടാ. ദേ സാധനം വന്നു. Cheers. Thank you, señorita.